ഇന്നാണ് ഏകാദശി. അപ്പം നാട്ടിൽ വെച്ചിട്ടുള്ള എൻ്റെ ഇത് ആദ്യത്തെ ഏകാദശിയാണ്. അപ്പോൾ പുലർച്ചെ 4 മണിക്ക് എണീറ്റിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ബെഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുളിച്ചതിന് ശേഷം ഇടാനായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ കുളിക്കാനായിട്ട് കയറി. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകുകയാണ്. അത്യാവശ്യം ഞാൻ ഡ്രസ്സുകളൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. കാരണം ഇവിടെ ഉള്ള ഡ്രസ്സുകളൊക്കെ മമ്മി എടുത്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇടാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മമ്മി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയുള്ള അത്യാവശ്യ സാധനങ്ങളായിട്ട് പോരെ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു യെല്ലോ കളറിൻ്റെ ഗൗൺ പോലത്തെ ഡ്രസ്സായിട്ട് ഞാൻ ഇടുന്ന അത്യാവശ്യം സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതാണ്. അപ്പോൾ നമ്മൾ പോയേക്കായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ വന്നു. അവിടെ നിന്ന് വരുമ്പോഴേ ഞാൻ മാച്ച പോയതുകൊണ്ട് വരാൻ മറന്നു. അതുകൊണ്ട് ഞാൻ ഗ്രീൻ ടീ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ 2 പഴം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യേണ്ടായിരുന്നു കേട്ടോ. കാരണം റോബസ്റ്റ് പോലത്തെ പഴം നമുക്ക് കിട്ടും, ഇത് 2 കിട്ടാൻ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ഒരു ചെറിയ പഴം ഒരു ഏത്തപ്പഴവും കഴിച്ചു. പിന്നെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് കുറച്ച് ഫാൻസി ഐറ്റംസ് മേടിച്ചിരുന്നുണ്ട്. കണ്ണിൽ പിടിക്കാത്ത ഈ ഒരു ചെറിയ പൊട്ട്, പിന്നെ കയ്യിൽ അപ്ലൈ ചെയ്യാൻ മൈലാഞ്ചി, ഈ ഒരു ശീതളിനായിട്ടുള്ള വാട്ടർ പ്രൂഫ് ഐലൈനർ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ ഗൈസ്? വളരെ നോസ്റ്റാൾജിക്കായിരുന്നു കുറേ നാൾക്ക് ശേഷം മേടിച്ചപ്പോൾ. പിന്നെ ക്യൂടെക്സ് റിമൂവർ, പിന്നെ കുറച്ച് നേരം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചതിന് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോൾ എന്താ നെറ്റിന്റെ അപ്പുറത്തുള്ള തവളേനെ പേടിപ്പിച്ച് ഇപ്പുറത്ത് നിൽക്കുന്ന ഞാൻ പോരാടി. അപ്പോഴത്തേക്ക് മമ്മിയുടെ വിളി വന്നു. താഴത്ത് പോയി നോക്കുമ്പോൾ എന്താ ഇവിടെ 2 കരുക്കുണ്ട്. ആൻഡ് ഈ കരുക്ക് ഗൈസ് നമ്മുടെ വീട്ടിലുള്ള തെങ്ങിന്ന് തന്നെ പപ്പ വെട്ടിയെടുത്തത്. ആൻഡ് തെങ്ങ് വളരെ വലിയതല്ല, ഈ ചോട്ടു തെങ്ങ് ഉണ്ടാവില്ല, നമുക്ക് സുഖമായിട്ട് കൈയും കൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയ തെങ്ങ്. യെസ്, ആൻഡ് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. കാരണം ഈ കരുക്ക് നമ്മുടെ ആ തെങ്ങിന്റെ ലാസ്റ്റ് കരുക്കായിരുന്നു. വെള്ളം കുടിച്ചപ്പോൾ ആ വിഷമമൊക്കെ എനിക്ക് മാറി. ഒന്നും കൂടെ വിഷമം മാറ്റാനായിട്ട് മമ്മി അതിനകത്തുള്ള മലായി ഇല്ലേ, ആ ഒരു വെണ്ണ പോലത്തെ സാധനം കിട്ടൂലേ, അത് മമ്മി എനിക്ക് തന്നു. ഞാൻ മമ്മിക്കും കൊടുത്തു വിട്ടു. ഞാൻ അങ്ങനെ കണ്ണിച്ചോരല്ലാത്ത മോളൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ പീരിയഡ്സിലായെന്നുള്ളത്. പക്ഷെ ആ ഒരു മൂഡ് മാറ്റാനായിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ അത്യാവശ്യം നല്ല ലഞ്ചായിരുന്നു. ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് മുളക് ചാലിച്ചു വിട്ടെ, ഇച്ചിരി ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആയിട്ട്. ആൻഡ് ഇവിടെ ഷിൻചാൻ കട്ടും കൊണ്ട് ഞാൻ എൻ്റെ ലഞ്ച് എൻജോയ് ചെയ്യാണ് ഗൈസ്. ലോകത്ത് സകല കിഴങ്ങുകളും ഉണ്ട് ഈ ഒരു പ്ലേറ്റിൽ. അതിനെ കപ്പക്കിഴങ്ങ് ഉണ്ടായിരുന്നു, പിന്നെ ഈ ചേമ്പ് ഉണ്ടാവില്ലേ അതും ഉണ്ടായിരുന്നു പുഴുങ്ങിയതായിട്ടുള്ള, പിന്നെ വളരെ ചെറുതായിട്ടുള്ള മധുരക്കിഴങ്ങും ഉണ്ടായിരുന്നു ആസ് ഡെസേർട്ട്. ലുക്ക് അറ്റ് ദ കാലാവസ്ഥ. യെസ്, ഞാൻ ഒരു മഴ പേഴ്സൺ അല്ല, വെയിൽ പേഴ്സൺ ആണ്. പക്ഷെ ജോലിയൊന്നും ചെയ്യാത്ത സമയത്ത് എനിക്ക് മഴ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, മടിച്ചിങ്ങനെ ഇരിക്കാനായിട്ട്. ഡിന്നറിന് വേണ്ടി നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു ബൈ നല്ല പുഴുങ്ങിയതായിട്ടുള്ള ഏത്തപ്പഴം, ചൂടായിട്ടുള്ള സംഭവം ഊതിയാൻ ഞാൻ നിൽക്കുക. എന്നിട്ട് ഞാൻ കഴിച്ചതോ വായ്പൊള്ളണ കഷ്ടം. പിന്നെ ജ്യോതിഷരത്വത്തിലുള്ള നല്ല കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഞാൻ മമ്മിയുടെ അടുത്തിരുന്നും കൊണ്ട് കഥകൾ കേട്ട് ഏത്തപ്പഴം എൻജോയ് ചെയ്തു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.